ജീവിതത്തെ അനുഭവിക്കാൻ അവരെ പോലെ ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ ഹിതകരമാണെന്ന് ജീവിക്കുവാൻ ഓരോ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് ഇടയിലാകുമ്പോഴാണ് ഓരോ പെരുന്നാളും അർത്ഥപൂർണ്ണമാണ് നിർദ്ദിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഏറെ ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയായി ഈ ദേവാലയത്തിൽ ഇരിക്കുന്നവരുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങൾ ആരോടും പങ്കുവയ്ക്കുവാനില്ല എന്ന് കരുതുന്നവരുണ്ടാകും. നമ്മുടെ ജീവിതത്തിന്റെ വേദനകളൊന്നും കേൾക്കുവാനും അത് പരിഹരിക്കപ്പെടുവാനും കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവിടെയൊക്കെ അവരെയൊക്കെ കേൾക്കുവാനും ദൈവമുണ്ട് എന്ന് പ്രത്യാശയോടെ ആയിരിക്കാൻ നമുക്കിടയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ വായിക്കുന്നത് പരിചിതമായ ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിനാൽ വളരെ ക്ഷീണിതനായി ശമരിയ പട്ടണത്തിൽ കിണറിനരികെ ഇരിക്കുന്ന ചിത്രം നാം വായിക്കുന്നു. അവിടെ ഏകദേശം ഉച്ചയോടടുപ്പിച്ച് തമ്പുരാൻ ക്ഷീണിതനായി അവിടെ വിശ്രമിക്കുമ്പോൾ അവിടെ വെള്ളം കൊള്ളുവാനായി വന്ന ഒരു ശമരിയക്കാരി സ്ത്രീയെക്കുറിച്ച് വിവാദിക്കുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരെ അഭിമുഖീകരിക്കുവാൻ ഏറെ പ്രയാസപ്പെട്ടായിരിക്കണം ആ ഉച്ചയോടടുപ്പിച്ച സമയത്ത് ആ സ്ത്രീ വെള്ളം കൊള്ളുവാനായി അവിടെ കടന്നത്. എന്നാൽ അവളെ കാണുവാനും അവളെ കേൾക്കുവാനും ദീർഘനേരം അവളുമായി സംവദിക്കുവാനും താല്പര്യപ്പെടുന്ന നമ്പുരാനെയാണ് നമ്മളെ കാണുന്നത്. ദൈവമേ, ജീവിതത്തിലെ അനുഭവങ്ങളിൽ നമുക്ക് ഒന്ന് കേൾക്കാൻ ആരുമില്ലെന്നും നമ്മുടെ ജീവിതത്തിന്റെ നൊമ്പരങ്ങൾ പങ്കുവയ്ക്കപ്പെടാൻ ആരുമില്ലെന്നും ചിന്തിക്കുമ്പോൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ കാണുന്നത്. ഈ സ്ത്രീ ദീർഘനേരം യേശുദാനുമായി സംവദിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ യേശുദാനെ കുറിച്ചുള്ള ഒരു മനോഭാവം മാറുന്നതായി നമ്മുടെ കാണുന്നു. ആദ്യം യേശുവിനെ നീ എന്ന് സംബോധന ചെയ്യുന്നു. പിന്നീട് അവൻ ഒരു പ്രവാചകനാണെന്ന് അവൻ തിരിച്ചറിവുള്ള പറയുന്നു. അവൾ അവസാനം നമ്മുടെ തിരിച്ചറിവിലേക്ക് കടന്നു വരുമ്പോൾ ക്രമാനുഗതമായ ഒരു വളർച്ചയുടെ അനുഭവത്തിലേക്കാണ് അവിടെ വിളിച്ചത്. ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഈ വിശ്വാസത്തിന്റെ ആഴമായ ദൈവാനുഭവത്തിന്റെ വളർച്ച നമുക്കിടയാണ്. അല്ലാതെ എല്ലാ വർഷത്തെയും പോലെ പെരുന്നാൾ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു എന്നുള്ള ഒരു ആഘോഷത്തിന്റെ തലത്തിൽ നിന്ന് ദൈവാനുഭവ തലത്തിലേക്ക് ക്രമാനുഗതമായി വളരുന്ന ഒരനുഭവം കൂടി ഉണ്ടാകട്ടെ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ആ സ്ത്രീ വെള്ളം കൊള്ളുവാനാണ് കടന്നത്. എന്നാൽ തമ്പുരാനെ കണ്ട മാത്രയും തമ്പുരാനോട് സംവദിച്ച മാത്രയും അവളുടെ ജീവിതത്തിന്റെ ആവശ്യത്തെ അവൾ മറന്നുപോകും. അവളുടെ ആവശ്യമോടെ ഇല്ല, അതിന്റെ അർത്ഥമോടെ ഇല്ല. പക്ഷേ അവൾ എന്തിനു വേണ്ടി വന്നോ എന്നത് മറന്നിട്ട് താൻ കണ്ട സത്യത്തെ പ്രഘോഷിക്കുവാൻ അവൾ കുടുംബത്തോടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുകയാണ്. ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ നാം കൂടുതലായി ആഴമായി ബോധ്യപ്പെട്ട് അവന്റെ വിശ്വാസതലത്തിലേക്കാവുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ഒന്ന് ഇത് തന്നെയാണ്. പലപ്പോഴും പെരുന്നാളാഘോഷങ്ങൾ ചടങ്ങുകൾ മാത്രമായി പരിണമിക്കുന്നത് മാത്രമല്ല, ചില ആവശ്യങ്ങളിൽ മാത്രമായി ഇതൊക്കെ ചുരുങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം കാണുന്ന വ്യത്യസ്തമായ കാര്യമാണ്. ഇവൾ എന്തിനു വേണ്ടി വന്നോ അവളുടെ പ്രയോറിറ്റി വ്യത്യാസപ്പെടുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ വിശ്വാസത്തിലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് നമ്മുടെ പ്രയോറിറ്റിക്ക് വ്യത്യാസമില്ല. ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അധിഷ്ഠിതമായി മതം നടത്തി കൊണ്ടുപോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ചില
ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ പ്രാർത്ഥിക്കാം എന്ന് ചിന്തിക്കുന്ന കാലത്ത് വ്യത്യസ്തമാണ്. ഈ വർഷത്തെ OBBS ചിന്താവിഷയം പ്രാർത്ഥിക്കാമെന്നുള്ളത് സൺഡേ സ്കൂളിലെ ചുമതലയായതുകൊണ്ട് ഈ ദേവാലയങ്ങളിലെല്ലാം ഞാൻ ഡയറക്ഷൻ പോവുകയുണ്ടായി. ചില ദേവാലയങ്ങളിലൊക്കെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഭൂരിഭാഗം കുട്ടികളോട് പറയാൻ ശ്രമിച്ചത് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്. ചില കുഞ്ഞുങ്ങളെങ്കിലും പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ജീവിതത്തിലെ അനുഭവങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കാണാനുണ്ടാക്കി. ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ വ്യത്യസ്തമാകട്ടെ നമ്മുടെ ചിന്ത. ഈ സ്ത്രീ എന്തിനു വേണ്ടി വന്നോ അവൾ അത് മറന്നുപോകുന്നു. അവളുടെ പ്രയോറിറ്റി ദൈവത്തെ ആഴമായി മനസ്സിലാക്കിയപ്പോൾ അത് മാറുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുമ്പോൾ, അവനിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടുമ്പോൾ അവിടെ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കല്ല ശക്തി. കണ്ട ദൈവത്തെ മനസ്സിലാക്കുവാനും നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ അതിനെ പ്രഘോഷിക്കപ്പെടുവാനിടയാണ്. നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാനിടയാണ്. അവിടെയാണ് ഈ പെരുന്നാൾ പ്രസക്തമാകുന്നത്. ഞാൻ സമ്മതിക്കാൻ താല്പര്യപ്പെട്ട ഒരു ചിന്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഭാരപ്പെടുന്നവരാണ്. അവിടെ നിങ്ങളുടെ ഭാരത്തെ കേൾക്കാൻ ആരുണ്ട്? ദൈവമുണ്ട് എന്ന് ചിന്തിപ്പാൻ, അതിൽ പ്രത്യാശിക്കാൻ ഇടയാകട്ടെ. രണ്ടാമത്, ജീവിതാനുഭവങ്ങളിൽ നാം ഏറെ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവിടെ തനിച്ചല്ല എന്ന് ചിന്തിക്കപ്പെടുമ്പോൾ വീണ്ടും ക്രമാനുഗതമായ ഒരു വിശ്വാസ വളർച്ച ഓരോ പെരുന്നാളിലും സാധ്യമായി തീരുമാനിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എന്തൊന്നിനെ ആഗ്രഹിച്ച് നാം വിശ്വാസത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ കാണുമ്പോൾ, അറിയുമ്പോൾ, അവന്റെ ആഴമായി മനസ്സിലാക്കപ്പെടുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളല്ല, മറിച്ച് ദൈവാനുഭവത്തിലുള്ള വളർച്ചയാണ് പ്രാധാന്യം എന്ന് മനസ്സിലാക്കി അവന് ശരണപ്പെടാനും അതോടുകൂടി എല്ലാം സ്വാർത്ഥപ്പെടുവാനും ഇടയാണ്. ഇന്നത്തെ പ്രാരംഭ ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കും. ഇത്രയും ആളുകൾ ദേവാലയം നിറച്ച് വിശ്വാസ സമൂഹം കടന്നു വന്നിരിക്കുന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരെയും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് ചെറുതൂർ കത്തീഡ്രലിന്റെ വികാരി ഏറ്റവും ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വർഗീസ് അച്ഛൻ. അച്ഛൻ്റെ അനുഗ്രഹീതനായ കൺവെൻഷൻ പ്രസംഗകനാണ്. അച്ഛൻ മദ്രാസനത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, നഗരസഭയിൽ മദ്രാസ് സഭയുടെ യുവന പ്രസ്ഥാനത്തിലെ ജനറൽ സെക്രട്ടറി കൂടിയായി അച്ഛൻ സേവനമനുഷ്ഠിച്ചു. സ്നേഹിക്കുന്ന വ്യത്യസ്തമായി അനുഗ്രഹീതമായി ശുശ്രൂഷിക്കുവാൻ അച്ഛന് കഴിയും എന്നുള്ളത് ഏറെ താല്പര്യത്തോടെ ദൈവത്തെ നന്ദി അറിയിച്ചുകൊണ്ട് ഓർക്കുമ്പോൾ അച്ഛൻ കൊടശനാട് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ അംഗമാണ്. വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്ന അച്ഛൻ ഇപ്പോൾ മദ്രാസനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പിതാവിലൂടെ ഒരു കാര്യം കൂടിയാണ് അച്ഛൻ. അച്ഛനെ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ തീരുമാനിക്കുക. വചനം പ്രഘോഷിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എന്നോട് ദൈവം സംവദിക്കുന്നതാണ് എന്ന് അത് എൻ്റെ മനസ്സിൽ പറയണമെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മനസ്സിന് മാത്രമേ അത് സാധ്യമാകുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രസംഗത്തിനൊന്നും ആർക്കിട്ടുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നും നേടാതെ പോകാനിടയാണ്. അങ്ങനെ ആകരുത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവമേ, എൻ്റെ ജീവിതത്തോടെ നീ സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുന്ന മനസ്സുകളിൽ മാത്രമേ ദൈവം സംവദിക്കുകയുള്ളൂ. ഒരുക്കപ്പെട്ടിരിക്കുന്ന നെത്തിൽ വീഴുന്ന വിത്ത് മാത്രമേ ഫലദായകമായി തിരിയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാറക്കിടയിൽ വീഴുന്ന വിത്ത്, മുള്ളുകൾക്കിടയിൽ വീഴുന്നതൊക്കെ വിത്തുകൾ പൂർണ്ണതയിൽ എത്തുകയില്ല. നല്ല നിലത്ത് വീഴുന്ന
ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന സമയമായി ഇത് തീരുമാനിക്കുവാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇടയാകട്ടെ. വളരെ സന്തോഷത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഇതര സഹോദരിയും സഭയുടെ അംഗങ്ങളായിട്ടുള്ളവരും വിദേശത്തിലെ എല്ലാവരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഉച്ചതാക്കി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്ന നിമിഷമായി തീരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിർവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികൻ വിമലൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങൾ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വലിയ സന്തോഷമുണ്ട് ഈ ദേവാലയത്തിൽ കടന്നു വരുവാനിടയായി. പള്ളി നിറച്ച ആളിനെ കാണുന്നത് ഇപ്പോഴൊക്കെയാണ്. കാരണം ഇതിനു മുമ്പുള്ള പ്രസംഗവേദികളിലൊക്കെ കടന്നു പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ മരുഭൂമിയിലെ വച്ച പോലെ കുറച്ച് ആളുകൾ മുന്നിൽ കൂടി അകത്ത് പുറത്തുമായി ഇരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ സുവിശേഷ കൺവെൻഷന്റെ ഒരു പ്രതിഷേധത്തിന്. എന്നാൽ കൊച്ചു ദേവാലയത്തിൽ ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് വന്നപ്പോൾ അത് വലിയ സ്വർഗീയ അനുഭവമായി മാറി. രണ്ടാമത് പരിമിതി മൂലമാണെങ്കിലും നല്ല മനോഹരമായ ഒരു ദേവാലയം ഏറ്റവും ഭംഗിയായി പണിതുയർത്തുവാനും ദൈവാത്മാവിൽ ആ ആരാധനയ്ക്കായി നിങ്ങളെല്ലാവരും കൂടി വരുന്നതിനെ ദൈവകൃപയോട് നന്ദിയോടെ സ്തുതിക്കുന്നു. മാതൃകയായ അനുഗ്രഹിതമായ ശുശ്രൂഷ ഇവിടെ നടപടിയായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. സമയാലിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ വൈദികനായി പോകുന്നതിനായി ആകസ്മനായ തനാസിന്റെ അടുത്ത് നിൽക്കുവാൻ അടുത്ത് വന്നപ്പോൾ ഒരുമിച്ച് കടന്നു വന്നു. ഒരേ കാലഘട്ടത്തിൽ വൈദിക സെമിനാരിൽ പഠിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ഉള്ള ആത്മബന്ധം, സ്നേഹബന്ധം പ്രിയപ്പെട്ട അച്ഛനുമായി കാത്തു സൂക്ഷിക്കുന്നതിന്
ഇന്നേ വരെ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. അനേകരെ അവരുടെ ഹൃദയങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ പ്രിയ അച്ഛന് കഴിയുന്നു എന്നുള്ളതും ഒരു വലിയ ദൈവകൃപയാണ്. അതിരിക്കുന്ന ആത്മാവിൽ വളരുവാനും ഏറ്റവും നല്ലതായ രാജവാന ശുശ്രൂഷ നിർവഹിക്കുവാനും പ്രിയ അച്ഛനെയും സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി കടന്നു വന്ന നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. സാധാരണ കുട്ടികളെ ഒന്നും ദേവാലയത്തിനകത്ത് കാണാറില്ല, അല്ലെങ്കിൽ കൺവെൻഷൻ മേഖലകളിലൊക്കെ കാണാറില്ല. എന്നാൽ അവിടെ വ്യത്യസ്തമായി നല്ല സുന്ദരന്മാരായ നല്ല കുഞ്ഞുങ്ങൾ, നല്ല കുട്ടികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നാളെയുടെ നല്ല പ്രതീക്ഷയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം ബലഹീനനായ എന്നെ വിളിച്ചതിൽ ആദ്യമേ തന്നെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കട്ടെ. പരിശുദ്ധനായ ഗീവർഗീസ് അച്ഛന്റെ ഓർമ്മ പെരുന്നാളിലാണല്ലോ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഗീവർഗീസ് അച്ഛനെ കുറിച്ച് ഞാൻ ആചാരമായി സംസാരിച്ചാൽ അത് വളരെ അസ്ഥാനത്താണെന്നുള്ളത് എനിക്കറിയാം. കാരണം നിങ്ങളെല്ലാവരും അനുഭവം കൊണ്ട് ആ കാവൽപിതാവിനെ രുചിച്ചറിഞ്ഞവരാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ പരിശുദ്ധൻ അനേകർക്ക് ഒരു വലിയ അത്താണിയായി, അനേകർക്ക് നല്ല ഒരു മധ്യസ്ഥനായി ഇന്നും നിഴലിക്കുകയാണ്. നീതിബോധമുള്ള ഒരു കാവൽഭടനായി അപകടങ്ങളിൽ നിന്ന് ആപത്തുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ശക്തിയും കരുപ്പുമുള്ള ഒരു മധ്യസ്ഥത നിർവഹിക്കുന്ന ഒരു വലിയ പരിശുദ്ധനായി ഇന്ന് അനേകരുടെ ഹൃദയങ്ങളിൽ ഞെളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ നമുക്ക് വീണ്ടും ഒരു പെരുന്നാൾ കൂടി ആചരിക്കുവാൻ ദൈവം ഭാഗ്യവും അവസരം തന്ന കൃപയെ ഓർത്ത് മഹത്വപ്പെടുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഒരു പുസ്തകത്തിൽ വായിച്ച ഒരു വായനയോടെ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഖലീൽ ജിബ്രാനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഒക്കെ വളരെ ആഴമായി അക്ഷരങ്ങൾ കൊണ്ട് സംവേദിച്ച ഒരു മഹാപ്രതിഭയാണ് ഖലീൽ ജിബ്രാൻ. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാനായിട്ടിടയായി ക്രിസ്തുവിനെ കുറിച്ച് കഥ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ വർഷവും നസ്രത്തിലെ യേശുദൂതൻ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവുമായി സംവേദിക്കുവാൻ ആശയവിനിമയം നടത്തുവാനായിട്ട് ഇറങ്ങി വരും. പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. സ്വർഗത്തിലെ നസ്രത്തിലെ യേശുദൂതൻ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവുമായി, അപ്പോൾ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിന് വേറെ ഭാവമുണ്ട് എന്നാണ് കഥാകാരൻ ഓർപ്പിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവുമായി സംവേദിക്കുവാൻ കടന്നു വരും. അങ്ങനെ ആശയവിനിമയം നടത്തുന്ന നസ്രത്തിലെ യേശു, പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് ലെബാനോനിലെ കുന്നിച്ചെരിവിൽ വളരെ സുന്ദരമായ പൂന്തോട്ടത്തിലിരുന്ന ഈ നസ്രത്തിലെ യേശു ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവുമായി കാര്യം പറയുക, കൊച്ചു വർത്തമാനം പറയുക. നമ്മളൊക്കെ കൊച്ചു വർത്തമാനം പറയാൻ തുടങ്ങിയാൽ എന്തെല്ലാം പറയും, അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ അയൽക്കാരെ കണ്ടെത്തിയാൽ, സ്നേഹിതരെ കണ്ടെത്തിയാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്രകാരം ഇങ്ങനെ നസ്രത്തിലെ യേശുവും ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവും സംവേദിക്കുന്ന സമയം ആശയവിനിമയം നടത്തുകയാണ്. ഏറ്റവും അവസാനം പിരിയാൻ നേരമാകുമ്പോൾ നസ്രത്തിലെ യേശു വളരെ വൈകാരികമായി ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യും, കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറഞ്ഞു, നസ്രത്തിലെ യേശു ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിനോട്, യേശുവിനോട് ഇങ്ങനെ മന്ത്രിക്കും: ഡിയർ മൈ ഫ്രണ്ട്,
I fear we shall never agree. അല്ലയോ സുഹൃത്തെ, സഹോദര, എനിക്ക് ഒരു കാലഘട്ടത്തിലും നിന്നോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവചരിത്രത്തിൽ ഇടവേളയില്ലാത്ത ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടുന്ന ദുരന്തമാണ് ഈ വാക്കുകൾ. നസ്രത്തിലെ തച്ചന്റെ മകൻ എന്റെ ആത്മീയ ജീവിതാനുഭവങ്ങളുമായി ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് കഥാകാരൻ ഓർമ്മിക്കുന്നത്. കർത്താവിലുള്ള ആലസ്യമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിത പശ്ചാത്തലത്തിൽ ഈ നസ്രത്തിലെ യേശു സംവേദിക്കുവാൻ കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിൽ കർത്താവ് നമ്മുമായി അനുരഞ്ജനപ്പെടുമോ? കാരണം എന്താണ്? അനുരഞ്ജനപ്പെടുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? എനിക്ക് എന്റെ ക്രിസ്തുവിന്റെ ഭാവത്തിന്, നസ്രത്തിലെ യേശുവിന്റെ ഭാവത്തോട് യാതൊരു സമരസവുമില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നമ്മുടെയൊക്കെ പിടിവാശികളുടെ നടുവിൽ, നമ്മുടെയൊക്കെ ഒരു ഫ്രെയിംവർക്കിന്റെ നടുവിൽ ചില ക്രിസ്തുവിനെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ കൈസൂരി കൊടുക്കുമ്പോ മുഖത്തോട് മുഖം നോക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഈർഷ്യയും പ്രയാസമുള്ള ആളാണ് അറിയാതെ പോലും അടുത്ത് വന്ന് നിൽക്കുന്നതെങ്കിൽ ഇടം കണ്ണുകൊണ്ട് നോക്കും. ആണെങ്കിൽ പിന്നീട് നേരെ എവോട്ടേക്ക് അടിക്കും. എന്താ? വലത്തോട്ട് തിരിഞ്ഞ് കാണാതെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് കൈസൂരി കൊടുത്ത് മാറി കടന്നത്. എന്തുകൊണ്ടാണ്? എന്റെ ക്രിസ്തു, എന്റെ ഉള്ളിലെ ക്രിസ്തുവിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നസ്രത്തിലെ യേശുവിനെ കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നികഴുന്ന ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഈ നോക്കിന്റെ, ഈ അനുഭവത്തിന്റെ തലം, ഈ പരിശുദ്ധന്റെ പേരിലുള്ള പെരുന്നാളിന്റെ തലം, നമ്മുടെ പ്രാർത്ഥനകളുടെ തലം, നമ്മുടെ നമസ്കാരങ്ങളുടെ തലം, നമ്മുടെ ഉപവാസത്തിന്റെ തലം, ഇതൊക്കെ നസ്രത്തിലെ യേശുവിനെ കണ്ടെത്തുവാനുള്ള അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുകയും എന്റെ ഫ്രെയിംവർക്കിനുള്ളിൽ വളരുന്ന ക്രിസ്തുവിനെ മരവിപ്പിച്ചിട്ട് അതിനേക്കാൾ അപ്പുറത്ത് ക്രിസ്തുവിന്റെ ഭാവത്തെ ഉൾക്കൊള്ളുവാനും അതിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ കഴിയുന്നിടത്താണ് എന്റെ ആധ്യാത്മികത കഴിയുന്നത്, വളരുവാൻ കഴിയുന്നത്, പ്രകാശപൂരിതമാകുവാൻ കഴിയുന്നത്. അപ്രകാരം ക്രിസ്തുവിന്റെ ശിഷ്യനായ പത്രോസിനെ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ചില വേദഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാമോ? നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനു മുമ്പ് അവിടെ വരെ നിൽക്കട്ടെ, പിന്നീട് നമുക്ക് വായിക്കാം. ഇതിനു മുമ്പ് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താ ജനങ്ങൾ മനുഷ്യപുത്രനെ ആണെന്ന് പറയുന്നു എന്നുള്ളത്. തന്നെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണ്. തന്റെ പ്രവർത്തനത്തെ കുറിച്ച്, തന്റെ ശുശ്രൂഷകളെ കുറിച്ച്, താനെന്ന മനുഷ്യത്വത്തെ കുറിച്ച് ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി കർത്താവ് ചോദിക്കുകയാണ്. ഏതൊരു നല്ല നേതാവിന്റെയും പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങളിൽ ഒന്നാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, അവർക്ക് 6 മാസം കൂടിയിരിക്കുമ്പോഴൊക്കെ ചില ഫീഡ്ബാക്ക് റിപ്പോർട്ടുകൾ കൊടുക്കണം. അതിനുവേണ്ടി ചില പ്രത്യേക ഏജൻസികളെ വരെ നിയമിക്കുന്നു. മാനേജർ ഈ കമ്പനിക്ക് ഉത്തമനാണോ? സെയിൽസ്മാൻ ഈ കമ്പനിക്ക് ഉത്തമനാണോ? അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ചെയ്യുന്ന വ്യക്തി ഈ കമ്പനിക്ക് ഉത്തമനാണോ
എന്നുള്ളതാണ്. യേശു തമ്പുരാനെ കുറിച്ച് തന്നെ ഫീഡ്ബാക്ക് ശ്രമിക്കുകയാണ്. തന്റെ ഈ ലോകത്തിലെ സുവിശേഷ ദൗത്യം, തന്റെ ഈ ലോകത്തിൽ താൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഇത് വാസ്തവത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഗുണവിശേഷങ്ങളിൽ ഒന്നായിരിക്കണം. നമ്മെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള ബോധ്യം. അവിടെ തമ്പുരാനെ കൊടുക്കുന്ന മറുപടി എന്താണ്? എന്താ മറുപടി പറയുന്നത്? ചിലർ 14-ാമത്തെ വാക്യമുണ്ട്. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്ന് പറയുന്നു. ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തു കഴിയുമ്പോഴേക്കും യേശു തമ്പുരാന്റെ മേൽവിലാസം പല വിധത്തിലാണ് കിട്ടുന്നത്. ചിലർ യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ യിരെമ്യാ പ്രവാചകനെന്ന്, ചിലർ യിരെമ്യാ പ്രവാചകനെന്ന്, ഏലിയാവെന്ന്, എന്നാൽ പ്രവാചകന്മാർ ഏതോ വ്യക്തിയെന്ന് പറഞ്ഞുകൊണ്ട് മേൽവിലാസങ്ങൾ പലതായി കുറിക്കുകയാണ്. ജനങ്ങളെ കുറ്റം പറയാൻ കഴിയുകയില്ല. വേദപുസ്തകത്തിന്റെ ചുരുൾ അടിച്ചു നോക്കുമ്പോൾ ആരൊക്കെയോ ഏതൊക്കെയോ പ്രവാചകന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്കറിയാം. അവരെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. മിശിഹ വരുമെന്നും അവർക്കറിയാം. എന്നാൽ മിശിഹ വരുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരൻ വരുമെന്നും അറിയാം. അങ്ങനെ തമ്പുരാനെ പ്രതീക്ഷിച്ചിരിക്കുന്ന, പ്രവാചകന്മാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനസമൂഹത്തിന്റെ നടുവിലാണ് കർത്താവിന്റെ ചോദ്യം. അവരുടെ ഫീഡ്ബാക്ക് കർത്താവിന് കൊടുക്കുകയാണ്. യോഹന്നാൻ സ്നാപകൻ, ഏലിയാ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ, പ്രവാചകന്മാരുടെ ഉത്തരമൊക്കെ. ക്രിസ്തു ആ ഉത്തരത്തിൽ സംതൃപ്തനാണോ? ഇല്ല. പിന്നീട് ശിഷ്യന്മാരിലേക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം, എന്നോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം, ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത സ്വന്തം ശിഷ്യ സമൂഹത്തോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയും? മറുപടി എന്താ? ആരാണ് മറുപടി പറഞ്ഞത്? ചോദ്യം കേട്ട മാതിരി ആരുത്തരം പറഞ്ഞു? ശിമോൻ വളരെ കൃത്യതയോടെ ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു തമ്പുരാൻ ആഗ്രഹിച്ച ഉത്തരം കിട്ടി. വളരെ ശക്തമായി ശിമോനെ അഭിനന്ദിക്കുന്നുണ്ട്. ഇത് കാലഘട്ടം, ഈ ആത്മീയ കാലഘട്ടത്തിൽ ഇതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് നമ്മുടെ ബാല്യകാലത്തെ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുക. സ്കൂളിൽ പോയിട്ടുണ്ടോ? അല്ലേ? അച്ഛനെന്തിന് ഇവിടെ വന്ന് നിങ്ങൾ പഠിക്കാതെ കാണുന്നുണ്ടോ? അല്ല, സ്കൂളിൽ പോകുന്നവരല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നവരെ അല്ലേ? നിങ്ങൾ സ്കൂളിൽ പോകുന്നവരല്ലേ? അല്ലേ? ടീച്ചറോട് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം എങ്ങനെ പറയും? വളരെ അറിയാവുന്ന ഉത്തരമാണെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനത്തിന്റെ പേരെന്താ? പറഞ്ഞു, ന്യൂഡൽഹി അല്ലേ? നമ്മളും ഇതുപോലെ കൊച്ചു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളും ഇതുപോലെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മിടുക്കിമാരായി പറഞ്ഞിട്ടുണ്ട്. സാറെന്താ പറയും? നിങ്ങൾ ടീച്ചറൊന്നും പറയില്ലേ? വെരി ഗുഡ് പറയും അല്ലേ? ഒരാളെ പിന്നെ പറയും മിടുക്കൻ, തോളത്തൊക്കെ തട്ടിട്ട് പറയും നീ മിടുക്കനുണ്ടാ, മിടുക്കിയ അല്ലേ? നമ്മൾ എത്രയോ മിടുക്കന്മാരുമായിട്ടൊക്കെയാ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും എഴുതുന്നത് അല്ലേ? അങ്ങനെ ഒരു ബാല്യകാലം നമുക്കുണ്ടായിരുന്നു. നല്ല ഉപകാരമായ ഒരു കാലം. അങ്ങനെ ചോദ്യത്തിന് മറുപടി വളരെ കൃത്യതയോടെ പറഞ്ഞപ്പോഴേക്കും ശിമോൻ പത്രോസിനോടും ഇതുപോലെ ഒരു റിവാർഡ് കൊടുക്കുകയാണ്. എന്താ? ശിമോനെ, നീ ഭാഗ്യവാൻ. 17-ാമത്തെ വാക്യത്തോടൊന്ന് വായിച്ചു നോക്കി. അതെ, ശിമോൻ പത്രോസ് വളരെ വളരെ തിടുക്കത്തിൽ ഒന്നാമനായി ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞപ്പോഴേക്കും അവനോട് പറയുന്ന കർത്താവിന്റെ മറുപടി എന്താ? ശിമോനെ, നീ ഭാഗ്യവാൻ. ഘടകങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്തെ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പത്രോസിനെ വലിയ ഒരു
ആത്മീയ പരിവേഷത്തിലേക്ക് ഗുരു കൊണ്ടെത്തിക്കുകയാണ്. വലിയ ആത്മീയ പരിവേഷത്തിലേക്ക് ഗുരു കൊണ്ടെത്തിക്കുകയാണ്. കാരണം ക്രിസ്തു ആഗ്രഹിച്ച ഉത്തരം അവർക്ക് കിട്ടി, അവനിൽ നിന്ന് കിട്ടി. ഈ ശിഷ്യന്മാർ എന്നെ തിരിച്ചറിഞ്ഞു, ഈ ശിഷ്യന്മാർ എന്റെ മേൽവിലാസം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവരെ ആഗ്രഹിച്ച ഉത്തരം കിട്ടിയതുകൊണ്ട് ഈ ദേവരാശിമോനെ ഭാഗ്യവാനെന്ന് പറഞ്ഞ് അവനെ ആശ്ലേഷിക്കുക. ഈ സമയത്ത് ഓർക്കുക അല്ലേ? നമ്മളൊക്കെ ചെന്നാൽ പറഞ്ഞു ചെന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ പറയാം എന്ത് വെരി ഗുഡ് ഫൈൻ. ഞങ്ങളുടെ ആത്മീയ ഗുരു എന്ന നിലയിൽ ഒക്കെ നിൽക്കുമ്പോൾ ആ തിരുവേദിയുടെ പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ നമുക്കൊക്കെ വലിയ വെളിച്ചമാണ്. പോകട്ടെ, ഇവിടെ ഈ ശിമോൻ പത്രോസിനെ അനുമോദിക്കുക ക്രിസ്തു. എന്താണ്? നീ ഭാഗ്യവാനാണ്. ജഡരക്തങ്ങളല്ല, പിന്നെ ആരാണ് നിന്നെ വെളിപ്പെടുത്തി തന്നത്? സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ എനിക്കിത് വെളിപ്പെടുത്തി തന്നത്. 18-ാമത്തെ വാക്യം. പിന്നീട് നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അതെ, സാധാരണ മനുഷ്യനാണ്, ഒരു കേവലം മീൻപിടുത്തക്കാരനാണ് പത്രോസ്. ആ പത്രോസിനെയാണ് കർത്താവ് വടമോനെ നീ എന്റെ കൂടെ പോലെ എന്ന് പറഞ്ഞ് വിളിച്ചകപ്പിച്ചത്. അങ്ങനെ 12 പേരെ പല സ്ഥലങ്ങളിൽ നിന്ന്, ചുങ്കം പിരിവുകാരുണ്ട്, ലേവ്യരുണ്ട്, അങ്ങനെ മീൻപിടുത്തക്കാരുണ്ട്, അല്പം ചില അക്ഷരങ്ങളൊക്കെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധാരണ മനുഷ്യരെ ദൈവം കൂട്ടിച്ചേർക്കുകയാണ്. എന്തിന്? തന്റെ ശിഷ്യഗണത്തിലേക്ക്. ആ ശിഷ്യന്മാർക്ക് തന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് വളരെ ശക്തമായി പ്രബോധനം കൊടുത്ത് വളർത്തിയെടുക്കുകയാണ്. ആരാണ് ഞാൻ എന്നുള്ള ബോധ്യം അവർക്ക് വ്യക്തി തീർക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അതിനുശേഷമാണ് പത്രോസിനെ കുറിച്ച് വളരെ കൃത്യതയോടെ ഇങ്ങനെയൊക്കെ പറയുന്നത്. പോലെ നീ ഭാഗ്യവാനാണ്. പിന്നീട് പറയുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വ്യത്യസ്തമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ പലരുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്റെ ശ്രദ്ധ വേറെ തലത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ സാധാരണ മനുഷ്യൻ കർത്താവിന്റെ ഹൃദയത്തിൽ ഇടം തേടുന്നത്, വളർന്നത് എങ്ങനെയാണ്? ജീവിതത്തിന്റെ വഴികാലിയിൽ ക്രിസ്തു വിളിച്ച് വേർതിരിച്ചു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അവിടെ കൊണ്ട് മാത്രം നീ ശിഷ്യനായിരിക്കാൻ പറ്റുമോ? നിന്നെ മുക്കുവന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ പിടിച്ച് എന്റെ ശിഷ്യഗണത്തിലേക്ക് കൊണ്ടുവന്നു. നീ അവിടെ കൊണ്ട് മാത്രം ശിഷ്യനായിരിക്കാൻ പറ്റുമോ? ഇതായിരുന്നു കർത്താവിന്റെ ഒരു വലിയ ചോദ്യം. അഗ്നിപരീക്ഷ ശോധനകളുടെ നടുവിൽ നീ കടന്നു വന്ന എന്റെ ശിഷ്യത്വം വെളിപ്പെടുത്തണം എന്നുള്ളതാണ് പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം. ഈ പത്രോസിനെയാണ് പാറ എന്ന് വിളിക്കുന്നത്. വളരെയധികം മനോഹരമാണ് ആ വാക്യം. പാറ ഉറപ്പുള്ളതാണ് അല്ലേ? വളരെ ദൃഢമാണ്, ശബ്ദമാണ്. പക്ഷേ അരമനകളിൽ ഒരു ബാല്യക്കാരെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും പതറിപ്പോയ മനുഷ്യനാണ് ഈ പാറ. എങ്ങനെ പതർന്നു? എങ്ങനെയാണ് അവനെ രൂപപ്പെടുത്തിയെടുത്തത്? നോക്കുക. പലപ്പോഴായി പല അവസരങ്ങളിലായി എങ്ങനെ കർത്താവ് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ എന്റെ പഴയ വേദനയിൽ പോവുകയാണ് അല്ലേ? 2 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ആ വേദനയും വായിച്ചു കേട്ടല്ലോ. ഞാൻ എന്റെ പഴയ വേദനയിൽ പോവുകയാണ്. നിങ്ങൾ വരുന്നോ? പലപ്പോഴും ബാഹുള്ളവർ കൂട്ടുകൂടി തിരിച്ച് കടൽക്കരയിലേക്ക് വിളിച്ചെടുപ്പിക്കുന്ന ഗുരുനാഥനെ കാണുന്നുണ്ട്. പല അവസരങ്ങളിൽ ഇടറി വീഴുന്നുണ്ട്. പക്ഷേ പത്രോസിനെ കർത്താവ് പാറ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? നാം അവരോടുകൂടെ
ഈ പത്രോസിനെയാണ് കർത്താവ് ശിഷ്യത്വത്തിൽ ആഴപ്പെടുത്തുന്നത്. എന്റെ നിങ്ങളുടെ സാധാരണ ജീവിതത്തിൽ പത്രോസിനുണ്ടായ ജീവിതവുമായി കണ്ടിച്ചു നോക്കുമ്പോൾ പത്രോസിനുണ്ടാകുന്ന പരീക്ഷണങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അനുദിന ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന ജീവിതത്തെ മനോഹരമായി ക്രിസ്തുവിൽ ആഴപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് തുടർന്നുള്ള വേദഭാഗങ്ങളിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പത്രോസ് എന്ന ശിഷ്യനെ കടഞ്ഞെടുക്കുകയാണ് ഒരു വലിയ പ്രക്രിയയിലൂടെ. ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ശീമോൻ പത്രോസ്, ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ശീമോൻ പത്രോസിലൂടെ കർത്താവ് വെളിച്ചമായി കടന്നു വരും. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പത്രോസിനെ ക്രിസ്തുവിന്റെ ശിഷ്യനായി ആഴപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നാം തിരിച്ചറിയണം. ശീമോനെ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അതേ കർത്താവ്, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞ കർത്താവ്, പത്രോസേ നീ പാറയാകും എന്ന് പറഞ്ഞ കർത്താവ്, 21-ാമത്തെ വാക്യം മുതൽ വേറൊരു തരത്തിലാണ് നാം പരിചയപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ വായിച്ചിരിക്കും. അതെ, ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ആരോട് പറഞ്ഞു? മറുപടി പറയണം. ഈ ശിഷ്യന്മാരോട് പറഞ്ഞു. എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. ആ തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് ഉണ്ടായപ്പോൾ എന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് വളരെ കൃത്യതയോടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഞാൻ ഇനിയും അനുഭവിക്കാൻ പോകുന്നത് എന്താണ്? എന്റെ മനുഷ്യാവതാരത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ എന്താണ് പിതാവ് ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ പോകുന്നത്? ഇത് വളരെ കൃത്യതയോടെ പറയുകയാണ്. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇവിടെ നാം പഠിക്കേണ്ട പാഠം ഇതാണ്. തുടർന്ന് മനുഷ്യാവതാരത്തിന്റെ പ്രധാന പ്രത്യേകതകളെ കുറിച്ച് ക്രിസ്തു പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ശിഷ്യൻ എന്ത് ചെയ്തത് അറിയാമോ? 22-ാമത്തെ വാക്യം മുതൽ വായിച്ച്, പത്രോസ് അവനെ വേദനയോടുകൂടി, കർത്താവേ അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും കുറ്റമുണ്ടോ? സ്വയമായിട്ട് ആലോചിച്ച് പത്രോസ് അങ്ങനെ ചെയ്തതിന് എന്തെങ്കിലും കുറ്റമുണ്ടോ? എന്താ കാരണം? കുറച്ച് മുമ്പ് വരെ നീ പാറയാകുന്നു, നീ പത്രോസ് ആകുന്നു, താക്കോലൊക്കെ നിനക്ക് തരികയാണ് അല്ലേ? നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ വഴിയും, നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടും. അതോടൊപ്പം തന്നെ പറഞ്ഞു, ജഡരക്തമല്ല സ്വർഗസ്ഥനായ പിതാവേ എനിക്കിത് നിനക്കിത് വെളിപ്പെടുത്തുക. ഇത്രയും ഒരുപാട് കൊടുത്ത കർത്താവ്, ആ കർത്താവ് പീഡിപ്പിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുമെന്ന്, കഷ്ടത അനുഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സ്നേഹനിധിയായ പത്രോസ് എന്ത് പറയണം? കേട്ടോണ്ടിരിക്കണം, സന്തോഷിക്കണം. അല്ല, നമ്മളാണെങ്കിലും പറയും അല്ലേ? നമ്മളാണെങ്കിലും പറയും. പക്ഷേ പത്രോസ് അത് പറഞ്ഞ മാത്രമേ 23-ാമത്തെ വാക്യം വായിച്ച്, അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് വിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ എന്ന് പറഞ്ഞു. Get behind me, Satan. You are a stumbling block to me. എന്നാണ് കർത്താവ് പറയുന്നത്. വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. തൊട്ട് മുമ്പ് പത്രോസിനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചത്
കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സാധാരണ എനിക്ക് എന്നെ വിട്ടുപോ, നീ എനിക്കുള്ളവരല്ല എന്ന്. ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ സന്ദേശം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പത്രോസിനെ ശിഷ്യപ്പെടുത്തുവാൻ കർത്താവ് പഠിപ്പിച്ച പാഠമാണ്. നിനക്ക് ഈ ലോകത്തിൽ സ്വർഗീയ വരദാനങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടാകാം. പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ നടക്കുന്നവനാകാം. നിനക്ക് വെളിപാടുകൾ, ദർശനങ്ങൾ പറയാൻ കഴിവുള്ളവനാകാം. പക്ഷേ അത് മാത്രം പോരാ നീ എന്റെ ശിഷ്യനായിരിക്കാം. അത് മാത്രം പോരാ നീ എന്റെ ശിഷ്യനായിരിക്കാം. പത്രോസിനോട് പഠിപ്പിക്കുന്ന പാഠം ഇത് മാത്രമേ ഉള്ളൂ. നിന്റെ ആത്മീയ ജീവിതത്തിലെ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ആത്മീയ അഹന്തയുടെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അത് നീ ഇല്ലാതാക്കണം. ആത്മീയ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നതായ ഒരു വലിയ അപജയമാണ്. പ്രാർത്ഥിക്കാൻ മിടുക്കനാണെങ്കിൽ, പ്രസംഗിക്കാൻ മിടുക്കനാണെങ്കിൽ, കുർബാന ചൊല്ലാൻ മിടുക്കനാണെങ്കിൽ, സംഘടനാ പാഠവും ഉള്ളവരാണെങ്കിൽ, അതോടൊപ്പം തന്നെ നേതൃത്വ നിലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് നല്ല ആശയവിനിമയം ചെയ്യുവാൻ കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ സിദ്ധി പലതുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മനസ്സിലെ പ്രയാസങ്ങളെ, ദുരിതങ്ങളെ കേട്ട് കണ്ടതിന് പ്രാർത്ഥനാ നൽകുന്നതിലൂടെ അത് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഈ ലോകത്തിൽ എന്തൊക്കെയോ ആണ് എന്ന് നമ്മൾ ചിന്തിക്കും. ക്രിസ്തുവിന് മുമ്പിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് ചിന്തിക്കും. പത്രോസ് അതേ ചെയ്തുള്ളൂ. പത്രോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനു മുമ്പ് ഒരുപാട് വെല്ലുവിളികൾ കിട്ടിയ, ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു പത്രോസ്ലീഹയാണ് കർത്താവിന്റെ കൈ പിടിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നു, നിനക്കിതൊന്നും സംഭവിക്കരുത്. കാരണം എന്താ? എനിക്ക് നിന്നിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഹിതകരമാണ് എന്ന ചിന്ത പത്രോസിനെ ഭരിച്ചിരിക്കും. അല്ലെങ്കിൽ അതെനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ള ബോധ്യം പത്രോസിനെ ഭരിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു സ്നേഹബന്ധം എനിക്ക് ക്രിസ്തുവുമായിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മീയ അഹന്ത പത്രോസിനെ ഭരിച്ചിരിക്കും. ഇങ്ങനെ പലവിധ മാനങ്ങളും പലവിധ കാരണങ്ങളും കൊണ്ട് പത്രോസ് കർത്താവിനെ തിരുത്തുവാൻ ശ്രമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് ഉള്ളവരല്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാൻ നിങ്ങളും ഈ ആത്മീയ അഹന്തയിൽ നിന്നുകൊണ്ട്, ഈ ആത്മീയ ഈഗോയിൽ നിന്നുകൊണ്ട് എത്ര കണ്ട് പ്രവർത്തിച്ചാലും, എത്ര കണ്ട് പ്രവർത്തിച്ചാലും, എത്ര കണ്ട് നോമ്പ് നോക്കിയാലും, എത്ര കണ്ട് പരിശുദ്ധാത്മാവിൽ വളർന്നാലും ശരി, എനിക്ക് നസ്രത്തിലെ യേശുവിനെ പരിചയപ്പെടാൻ കഴിയില്ല. നസ്രത്തിലെ യേശുവിനെ പരിചയപ്പെടാൻ കഴിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥ ശിഷ്യനായിരിക്കുന്നത് ഇങ്ങനെയാണ്. നീ സ്വർഗീയ വെളിപാടുകൾ പറയുന്ന നിന്റെ അധരങ്ങളിൽ നിന്ന് നാളെ സാത്താന്റെ വചനങ്ങളും ആത്മീയ അഹന്തകളും പുറപ്പെട്ടു വന്നേക്കാം. അതുകൊണ്ട് പ്രവചനങ്ങളുടെയോ ദർശനങ്ങളുടെയോ പേരിൽ നീ യഥാർത്ഥ ശിഷ്യനാണെന്ന് അവകാശപ്പെടുന്നത്, മാമോദീസ മുങ്ങി എന്നതിന്റെ പേരിൽ നീ യഥാർത്ഥ ശിഷ്യനാണെന്ന് അവകാശപ്പെടുന്നത്, തോമായും ഗീവർഗീസും മാരീസും പേര് ലഭിച്ചതിന്റെ പേരിൽ നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നത്, നല്ല കുടുംബ പാരമ്പര്യത്തിൽ ജനിച്ചു ജീവിച്ചു ഈ ലോകത്തിൽ സാക്ഷ്യം നിർവഹിക്കുന്നുവെന്ന് നീ ഊറ്റക്കൊണ്ടാൽ അതിന്റെ പേരിൽ നീ യഥാർത്ഥ ശിഷ്യനാണെന്ന് അവകാശപ്പെടുന്നത്, എന്തിനേറെ സ്തുതി ചൊവ്വാകപ്പെട്ട സഭയിൽ വളർന്നു പരിപാലിക്കപ്പെടുന്നു എന്നുള്ള ആത്മീയ ജീവിത ശൈലി നിനക്കുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നിനക്ക് യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെന്താണ് യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയുന്ന നിന്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? മറ്റൊന്നുമല്ല, ആത്മീയ അഹന്ത ഇല്ലാത്ത ഒരു ജീവിതം, ഞാൻ ഇല്ലാത്ത ജീവിതം. ഏത് സമയത്ത് നിന്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നതോ അവിടെയാണ് നീ ക്രിസ്ത്യാനിയായി ജീവിച്ചു തുടങ്ങുന്നത്. അവിടെയാണ് നീ ക്രിസ്തുവിന്റെ ശിഷ്യനായി ജീവിക്കുന്നത്.
ഒന്നുമില്ല, ഞാൻ ഏതുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ആത്മീയ ജീവിതശൈലി. നമ്മളൊക്കെ നമ്മുടെ ആരോഗ്യത്തിൽ നിലനിൽക്കുന്നവരാണ്. നമ്മുടെ ആരോഗ്യത്തിൽ നമ്മളൊക്കെ ഒരുപക്ഷെങ്കിൽ നമ്മൾ മതിമറന്ന് നിൽക്കുന്നവരാകാം. നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ മതിമറന്ന് നിൽക്കുന്നവരാകാം. നമ്മുടെ കുടുംബ പാരമ്പര്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, നമ്മുടെയൊക്കെ ജീവിത വീക്ഷണത്തിലൊക്കെ നമ്മൾ ഉയർന്നവരായി നിൽക്കുന്നവരാകാം. ഇതൊന്നും അല്ല ക്രിസ്തുവിന്റെ മുമ്പിലെ ജീവിത ശൈലിയിൽ നിനക്കുള്ള അടിസ്ഥാന ഗുണം എന്നുള്ളത് നാം പഠിച്ചിരിക്കുന്നു. ഇവിടെ പത്രോസിനെ തിരുത്തുകയാണ്. നീ ഏതാത്മാവിനെ സംസാരിക്കണമെന്ന് ഞാൻ അറിയുന്നില്ല, നീ ദൈവത്തിന്റെ നല്ല ദൈവം. തൊട്ടുമുമ്പ് സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് സ്വർഗീയ പിതാവ് എന്ന് പറഞ്ഞ അതേ നാമം കൊണ്ട് തന്നെ പത്രോസിനെ തിരുത്തുകയാണ്. നീ ദൈവത്തിൻ്റെതല്ല, ദൈവത്തിന്റെ പദ്ധതിയെ മറികടക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ നിന്റെ ആത്മീയ ആലോചനകളെ കൂട്ടിച്ചേർത്ത് വെക്കാൻ നിനക്ക് കഴിയില്ല, നിനക്കതിന് അവകാശവുമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ഭാവം എന്താണ്? ഞാൻ ഏതുമില്ല, ഞാൻ ഒന്നുമില്ല എന്ന ഭാവം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഒരു എന്താ? ഒരു ദിനത്തിൽ മനോഹരമായ ഒരു കാവ്യം പൗലോസ്ലീഹ രചിക്കുന്നുണ്ട്. മനുഷ്യരുടെയും മാലാഖമാരുടെയും ഭാഷയിൽ സംസാരിച്ചാൽ ബാക്കി കുറിക്കുകയാണ്. സ്നേഹമില്ലെങ്കിൽ വെറും ഡാഷ്, മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന വചനവുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് വരണം കേട്ടോ. വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനാണ് നമ്മൾ കുറച്ചുകൂടി ഉത്സാഹം കാണിക്കുന്നത്. സ്നേഹമില്ലായെങ്കിൽ നിനക്ക് ഒന്നുമില്ല, നീ ഏതുമില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവ ലോകത്തിന്റെ മുഖമുദ്ര മുഴുവൻ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പക്ഷെ സ്നേഹത്തിന്റെ പരിമിതികളും പരിധികളും നമ്മൾ നിർണയിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എന്നിലെ ക്രിസ്തുവിന്റെ ഫ്രെയിംവർക്ക് ഞാൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നസ്രത്തിലെ യേശുവിനെ കാണുവാൻ സാധിക്കാതെ പോകുന്നത്. കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആത്മീയ അഹന്ത ഇല്ലാതെ ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമുക്ക് രൂപപ്പെടുത്തണം. ഞാൻ എന്ന ഈഗോ ഇല്ലാതാകുന്ന ഒരു ആത്മീയ ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നീ ആരുടെ ശിഷ്യനാകും? ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്ന ചെറിയ ചെറിയ മേഖലകളിൽ നമുക്കിതൊന്ന് പരീക്ഷിച്ചാൽ മതി. ഞാൻ നിങ്ങളൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നു. ഞാനൊരു കാര്യം അർത്ഥവത്തായി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേരെ പരിചയമുണ്ട്? വലിയ ചോദ്യങ്ങൾ ചോദിച്ച് കൊടുക്കുകയാണ്. എത്ര പേരെ പരിചയമുണ്ട്? ഒരു പെരിഫിക്കലായിട്ടുള്ള കണക്ക് പറഞ്ഞാൽ മതി. 80-70 വർഷക്കാലത്തെ ജീവിതം കൊണ്ട് എത്ര പേരുടെ മുഖം കണ്ടാൽ പരിചയമുണ്ടാകും? ഒരു ടോട്ടൽ എണ്ണം പറഞ്ഞാൽ ഒരൊക്കെ എണ്ണം പറയാനില്ല. എത്ര പേരെ പരിചയമുണ്ടാകും? കൂടി വന്നാൽ 500 പേര് പരിചയമാണ് അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. ഇല്ലെങ്കിലും പഠിക്കുന്ന മേഖലകൾ, ജോലി ചെയ്യുന്ന മേഖലകൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, ശാസ്ത്രജ്ഞർ ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 500 പേര് അല്ലേ? ഈ 500 പേര് എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എത്ര പേരുണ്ട്? പറയണം, കണക്ക് പറയണം. എത്ര പേരുണ്ട്? കൂടി വന്ന വിടാൻ സാധ്യതയുള്ളവര്, സ്കൂളിൽ പഠിക്കുന്നവർ, കോളേജിൽ പഠിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ 100 പേര് ദിവസത്തിലല്ല, സാധാരണഗതിയിൽ മിണ്ടാൻ സാധ്യതയുള്ളത്. ഒരാഴ്ചക്കുള്ളിൽ മിണ്ടാനുള്ളത് അല്ലേ? ഒരു 100 പേരുണ്ട്. ശരിയല്ലേ?
ആണ്. കുറച്ച് കുട്ടികൾക്ക് പിള്ളേർ ക്ലാസ്സിൽ തന്നെ പിള്ളേരുണ്ട്. 40 പേര് ഇല്ലേ? 40 പേരുണ്ട്. 45 പേരുണ്ട്. അപ്പൊ തന്നെ ആയി. പിന്നെ പപ്പ, മമ്മി, അയൽവക്കാരുടെ കൂട്ടുകാര് അല്ലേ, അവരൊക്കെ നോക്കിയാൽ മതി. 100 പേരായി. പക്ഷെ എല്ലാ ദിവസവും നമ്മൾ അവരോട് വിടുന്നില്ല. പക്ഷെ എല്ലാ ദിവസവും വിടുന്ന എത്ര പേരുണ്ട്? അതാണ് പ്രയാസം. എല്ലാ ദിവസവും നമ്മൾ വിടുന്നത് എത്ര പേരുണ്ട്? കൂടി വന്ന എന്നാലും ഒരു കണക്ക് പറയാം, 10-15 പേര് ഇല്ല. ഇപ്പൊ ഈ മൊബൈൽ വന്ന കാലം കൊണ്ട് അതുമില്ലാതെ ഭക്ഷണം കഴിക്കുക, ഓരോരുത്തർ സെറ്റ് എടുത്തുകൊണ്ട് ഓരോ നിലയിലേക്ക് പോവുക, അവിടെ ഇരുന്ന് കാണാത്ത മുഖങ്ങളോട് സംസാരിക്കും അല്ലേ? ആയിക്കോട്ടെ, അതൊക്കെ നടന്നോളൂ. പക്ഷെ എന്നാലും ഒരു ദിവസം നമ്മൾ മാക്സിമം 15 പേരെങ്കിലും കാണും. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ കാണും വിചാരിച്ചു. പള്ളിയിൽ കാണും. ഒരു 50 പേരെ കാണും. നിങ്ങളുടെ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതശൈലി ഒരു 15, 20, 25 പേര് വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കുന്നവരൊക്കെയാണെങ്കിൽ ഈ 25 പേരോടുള്ള ആശയവിനിമയമാണ് സ്വർഗ്ഗരാജ്യത്തിന്റെ താമസം. പക്ഷേ അവിടെ നമുക്ക് എത്ര കണ്ട് നീതി കൊടുക്കാൻ കഴിയും? ഈ 25 പേരോടുള്ള ആശയ വിനിമയവും മനോഭാവവുമാണ് നമ്മളെ ശിഷ്യനാക്കുന്നത്. ആരുടെ? അവരുടെ. ഇവരോട് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടുന്ന ഈ 25 പേരോട് നമുക്ക് നേരെ സംസാരിക്കുവാനും ഹൃദയപൂർവ്വം ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ. കേൾക്കുന്ന ദൈവത്തിനെ നമുക്കൊന്ന് രൂപാന്തരപ്പെടാൻ കഴിയുമോ? ബെറിയനാശിയോടെ നീ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു സന്ദേശം എനിക്ക് നിങ്ങൾക്കും ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ നിന്നുകൊണ്ട് കേൾക്കുവാൻ കഴിയുമോ? നിന്റെ വിശ്വാസത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും, എന്റെ തലമുറയെ പണിയും എന്ന് പറയുന്ന ഒരു ആത്മീയ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ? ഇതാ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തെ കണ്ടുകൊണ്ട് ഒരു തലമുറയെ മുഴുവനായി സ്വർഗ്ഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹാമനുഷ്യനാണെന്ന് നിന്നെ സാക്ഷിക്കുന്ന ഒരു സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ നിനക്ക് കഴിയുമോ? അവിടെയാണ് നിന്റെ ശിഷ്യത്വം ബലപ്പെടുന്നത്. രണ്ടാമതായി അപ്പോസ്തലനായി ബലപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. 18-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള ഭാഗം. ഇത് മോശയുടെ പ്രമാണമാണ്, അല്ലെ? ഒരു നിയമമാണ്. യേശുദാസൻ പറഞ്ഞ ചില നിയമങ്ങളുടെ അടിസ്ഥാനമാണ്. ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ നീ എങ്ങനെയായിരിക്കണമെന്ന് ക്രിസ്തു തന്റെ ജനസമൂഹത്തെ പഠിപ്പിക്കുകയാണ്. സഭയിൽ അവൻ എങ്ങനെയായിരിക്കണം, അവൻ എന്തായിരിക്കണം എന്നുള്ളത്. ഈ നിയമം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണമാണ് പത്രോസും ആഗ്രഹിക്കുന്നത്. നിയമം നിഷ്ഠയുള്ള മനുഷ്യനാണ് പത്രോസ്. അതുകൊണ്ടാണ് 21-ാമത്തെ വാക്യം മുതൽ പത്രോസ് വളരെ ദ്രുതഗതിയിൽ കർത്താവിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. എന്താ 21-ാമത്തെ വാക്യത്തിൽ? കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം, 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. കർത്താവ് കുറച്ചു മുമ്പ് ഒരു നിയമത്തിന്റെ അനുഷ്ഠാനത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് സമൂഹത്തിൽ. അത് കേട്ട മാതിരി പത്രോസ് ഒരു ചെറിയ ഒരു ചോദ്യം ചോദിച്ച് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ചു. കാരണം പത്രോസിനും ചില നൊമ്പരങ്ങളൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് 7 പ്രാവശ്യം ഞാൻ ക്ഷമിച്ചാൽ മതിയോ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. കാരണം എന്താ? കർത്താവ് മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഉടനെ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്.
എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 7:70 വട്ടം എത്ര? 7:70 വട്ടം കണക്കിൽ പിടിക്കുക 140. 7:70 വട്ടം 7:70 വട്ടം ആണ് പോട്ടെ. 7:70 വട്ടം ഇന്ന് പോയി നിങ്ങൾ പോയി കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കണം. That is infinity. 7:70 വട്ടം 7x70 വട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പ്രാവശ്യം തന്നെ ഒന്ന് ഗുണിച്ച് വരുമ്പോഴത്തേക്കും അതിന്റെ ഉത്തരങ്ങൾ പൂർണ്ണമായി കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നു. 7:70 വട്ടം എന്നാണ് പറഞ്ഞത്. 7:70 വട്ടം നിങ്ങൾ ഗുണിച്ച് നോക്കണം. That is infinity എന്നാണ്. അതിന്റെ അനന്തതയുടെ സാഹചര്യങ്ങളിലേക്ക് അനന്തമായി നീ ക്ഷമിക്കണം. പരിമിതിയില്ല, പരിധികളില്ലാതെ നീ ക്ഷമിക്കണം. ക്രിസ്തു പറയുന്ന പാഠം ഇതാണ്. നിനക്ക് ദൈവം അനുഷ്ഠിക്കാനുള്ള ശക്തിയുണ്ട്. പത്രോസ് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസ് വളരെ കൃത്യതയോടെ കർത്താവിനോട് ചോദിച്ചു പോകുകയാണ്, ഞാൻ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? പത്രോസിനെ പഠിപ്പിക്കുന്ന പാഠം അതല്ല. നീ 7 വട്ടം ക്ഷമിക്കാനുള്ളവനല്ല, 7:70 വട്ടം ക്ഷമിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ നിയമം പൂർണ്ണമായി അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഉപരി അത് 2 വാക്യങ്ങൾ കൊണ്ട് കർത്താവ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനെ എപ്പോഴും അലോലസപ്പെടുത്തിയ 2 സമൂഹമാണ്. അത് പരീക്ഷന്മാരും സാധുക്യരും. പരീക്ഷന്മാരും സാധുക്യരും ക്രിസ്തുവിനെ എപ്പോഴും അലോലസപ്പെടുത്തിയവരാണ്. അവര് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു സ്ത്രീയെ കൊണ്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ പാപം ചെയ്തു, ഇവിടെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു. അതുകൊണ്ട് നീ എന്ത് മറുപടി പറയുന്നു? കർത്താവ് മൗനമായിട്ട് നിലത്ത് എഴുതി കൊടുക്കുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയുക. ഇതായിരുന്നു ക്രിസ്തുവിന്റെ ചോദ്യം. അത് കേട്ട മാത്രയിൽ എല്ലാവരും അനുഭവിച്ചു പോയി. അതിനേക്കാൾ ഉപരിയായി ആ സ്ത്രീയോ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ കൂടുകയും. നോക്കുക, ക്രൂശിന്റെ താഴ്വാരങ്ങൾ വരെ ആ സ്ത്രീ കർത്താവിനെ വീണ്ടും അനുഗമിക്കുന്നുണ്ട്. അതിനുശേഷവും കർത്താവിന്റെ ഉത്ഥാനത്തെ കുറിച്ച് അറിയിക്കുവാനും ഈ ശിഷ്യന്മാർ കൂടെ കൂടുന്നുണ്ട്. നോക്കുക, ഒരു സമയം ഒരവസരത്തിൽ അവളോട് ക്ഷമിച്ചപ്പോഴേക്കും അവർക്കുണ്ടായ രൂപമാറ്റം. നാണയം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? കൈസർക്ക് വേണ്ടി കൊടുക്കണോ, ദൈവത്തിന് വേണ്ടി കൊടുക്കണോ? നാണയത്തെ ചോദിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ സ്വരൂപവും നേരിട്ടും ആരുടേത്? ക്രിസ്തു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന്. അങ്ങനെ ചോദ്യശാലകളുടെ മുമ്പിൽ, നിയമാനുഷ്ഠാനങ്ങളുടെ മുമ്പിൽ ക്രിസ്തു പകർന്നില്ല. ക്രിസ്തു നിയമം അനുഷ്ഠിക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ നിയമം അനുഷ്ഠിക്കുന്നിടത്ത് അവിടെ നിന്റെ ധാർമ്മിക മൂല്യമുണ്ടല്ലോ, നിന്റെ സ്നേഹത്തിന്റെ മൂല്യമുണ്ടല്ലോ, നിന്റെ ക്ഷമയുടെ മൂല്യമുണ്ടല്ലോ, അത് നിയമത്തെ വെച്ച് നീ അളക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ നിയമാനുഷ്ഠാനം വഴി ഒരാളും നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷേ ജീവൻ ബോധിക്കപ്പെടുന്നതിനോടുകൂടി, ജീവൻ വെടിയുന്നതിനോടുകൂടി, ജീവനെ കൊടുക്കുന്നതിനോടുകൂടി അവൻ രക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമ ഇസ്രായേലിനെ പുതിയ നിയമ ഇസ്രായേലാക്കുവാൻ ക്രിസ്തു ജഡാവതാരം എടുത്തത്. പഴയ നിയമ ഇസ്രായേലിന് ആവശ്യത്തിലേറെ മന്ന കൊടുത്തു, അല്ലേ? സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു. ഈ മന്ന അവർക്ക് ആഹാരമായി ഇരുന്നത് യഹോവയാം ദൈവം പ്രതീക്ഷിച്ചു. പക്ഷെ പിന്നീട് വെള്ളത്തിൽ പോവുകയാണ്. അവസാനം മന്നയായി ഇറങ്ങി വന്നു. ഈ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ഒരു മന്നയായി ഇറങ്ങി വന്നു യഹോവയാം ദൈവം. മന്നയായി വന്ന് കർത്താവ് അവർക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. പല വിധത്തിൽ പല അത്ഭുതങ്ങൾ കൊടുത്തു. അങ്ങനെയൊക്കെ അടയാളങ്ങൾ കൊണ്ട് അവർ സംതൃപ്തരാകുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്ന് കരുതി. പക്ഷേ അവിടെ കൊണ്ടും ഈ ജനത്തിന്റെ വിശപ്പ് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ
അത് ഏത് നിയമത്തിലാണുള്ളത്? അത് ഏത് നിയമത്തിലാണുള്ളത്? നികൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിയമം അനുഷ്ഠിക്കുവാനായി ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറമായി ജീവനെ കൊടുത്ത് ജീവിതത്തെ നേടുവാനുള്ള നിന്റെ നിയോഗത്തെ നീ പൂർത്തീകരിക്കണം. ഇതായിരുന്നു യേശുക്രിസ്തുവിന്റെ സുവിശേഷം. മുന്നിലെ ആൾക്കൂട്ടത്തിന് വിശന്നപ്പോൾ ക്രിസ്തു തന്റെ പ്രസംഗം നിർത്തി. പിന്നീട് അവർക്ക് അപ്പം വിളക്കി കൊടുത്തവനാണ് ക്രിസ്തു. ആ അപ്പവും അവർക്ക് വിശപ്പടക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മുറുക്കപ്പെട്ട അപ്പമായി മാറി. അതായിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം. അതായത് പത്രോസിനെ പഠിപ്പിച്ചത്, നീ 70 വട്ടം ക്ഷമിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തു പ്രതികരിച്ചത്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണം. എവിടെ കിടന്നാണ് ലഭിച്ചത്? ക്രൂശിൽ കിടന്ന് പീഡനങ്ങളെ ഏറ്റുവാങ്ങിയപ്പോൾ, നീയാണോ സത്യമെന്ന് ചോദിച്ചപ്പോൾ, നീയാണോ രാജാവെന്ന് ചോദിച്ചപ്പോൾ, നിശബ്ദനായി മൗനമായി നിന്നുകൊണ്ട് അവിടെ ദൈവഹിതം നിറവേറ്റുവാനത്തോളം സ്നേഹത്തെ അവാച്യമായി എഴുതിക്കൊടുത്ത, പരിമിതികളില്ലാതെ എഴുതിക്കൊടുത്ത ഒരു മഹാമനുഷ്യനായി മാറുകയാണ് ക്രിസ്തു. ദൈവപുത്രൻ മനുഷ്യപുത്രനായി തീർന്നതിന്റെ സ്നേഹം ഇവിടെയാണ് വെളിവാകുന്നത്. പത്രോസിനെ പഠിപ്പിക്കുകയും നീ നിയമം അനുഷ്ഠിക്കുന്നതിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമായി നീ ഈ സമൂഹത്തിൽ ജീവന്റെ അപ്പമായി തീരണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? കർത്താവിന്റെ സുവിശേഷത്തിനായി അവന് വേണ്ടി മരിക്കുവാനോളം നൽകിപ്പെടുന്നു. പിന്നീട് ചരിത്രം പരിശോധിക്കുമ്പോൾ പത്രോസിന്റെ ജീവചരിത്രത്തിൽ കാണുന്നത് എന്താണ്? തലകീഴായി ക്രൂശിക്കപ്പെടുന്നു. നോക്കുക, തലകീഴായി ക്രൂശിക്കപ്പെടുന്നു. ഈ പത്രോസ് വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിയമാനുഷ്ഠാനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ക്രിസ്തു സഹിച്ച സഹനത്തെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അവിടെ കർത്താവിന്റെ പാദങ്ങൾ ചുംബിക്കുവാനുള്ള വിധത്തിൽ തലകീഴായി ക്രൂശിക്കപ്പെട്ട് സ്വയം വെറുതെയാക്കപ്പെടുന്ന കർത്താവിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായി പത്രോസ് മാറുകയും, ഓടിപ്പോയ ശിഷ്യനാണ്, തള്ളിപ്പറഞ്ഞ ശിഷ്യനാണ്, വാളുകൊണ്ട് വെട്ടാൻ വാളെടുത്ത ശിഷ്യനാണ്. പിന്നീട് നമുക്ക് കണ്ടാലറിയാം ഇവൻ വീണ്ടും പഴയ തൊഴിലേക്ക് പോകാൻ പ്രേരിതനായി അവന് നേതൃത്വം കൊടുത്തവനാണ് ഇവൻ. ആ ശിഷ്യനെയാണ് ക്രിസ്തു പിടിച്ച് ആഴത്തിൽ ശിക്ഷപ്പെടുത്തുന്നത്. വാക്കുകളെ ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത് ഒരു സന്ദേശം പ്രവാചകത്തിൽ പറയട്ടെ. കർത്താവെ, നാം ഉപയോഗിക്കുന്നത് നന്നാണ്. ആര് പറഞ്ഞത്? ആരോട് പറഞ്ഞു? അനോട്ടേഷനാണ്. കർത്താവെ, നാം ഉപയോഗിക്കുന്നത് നന്നാണ്. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? യേശു പത്രോസിനോട്. പത്രോസ് യേശുവിനോട്. നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങൾ അത് പഠിക്കണം. എപ്പോൾ പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? മറുരൂപമലയിൽ വെച്ച് തിരസ്കരിക്കപ്പെടുന്ന അനുഭവത്തിന്റെ തലത്തിൽ വെച്ചുകൊണ്ട് ആ തേജസ്സുകൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, നാം ഇവിടെ ഇരിക്കുന്നത് നന്നാണ്. പത്രോസ് ഭക്തി കൂടി. പത്രോസിന്റെ ജീവിതത്തിൽ ഭക്തി കൂടുകയാണ്. കാരണം തേജസ്കരണത്തിന്റെ അനുഭവം കണ്ടു കഴിയുമ്പോഴേക്കും, ആ അനുഭവത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞപ്പോഴേക്കും അവിടെ ആയിരിക്കുന്നത് നന്ന് എന്ന് അനുഭവിക്കുകയും പ്രാർത്ഥനയുടെ മലമുകളിലായിരുന്നു പത്രോസും കൂട്ടുകാരും. കർത്താവ് ആരെ വിളിച്ചുകൊണ്ട് പോയി താമരമലയിലേക്ക്. പത്രോസ്, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ടുപോയി തിരസ്കരിക്കുന്ന അനുഭവം കാണിച്ചു. മോശയും ഏലിയാവും സംവേദിക്കുന്നത് കാണിച്ചു. അങ്ങനെ ഒരു തിരസ്കരണത്തിന്റെ അനുഭവത്തെ കൊടുത്ത പത്രോസ്ലീഹയുടെ മുമ്പിൽ ക്രിസ്തു തിരസ്കരിക്കപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കുകയാണ്, നാം ഇരിക്കുന്നതെന്നാണ്. ക്രിസ്തു നിശബ്ദനായി പടിയിറങ്ങുകയാണ്. ക്രിസ്തു നിശബ്ദനായി പടിയിറങ്ങുകയാണ്. ഒരു മറുപടി പറയുന്നില്ല. അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു,
മലമുകളുടെ കാഴ്ചകളിൽ കൊണ്ട് വിസ്മയം ഉളവാക്കി ഇരിക്കുക എന്നുള്ളതല്ല നിന്റെ ജീവിതം. താഴ്വാരങ്ങളിൽ സാധാരണ മനുഷ്യർക്കുണ്ട്. താഴ്വാരങ്ങളിൽ നിന്ന് കാൽവരിയുടെ മലമുകളിലേക്ക് കയറുവാനുള്ള നിയോഗം നിനക്കുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനുള്ള ജീവിത ശൈലിയല്ല ക്രിസ്ത്യാനികളുടേത് എന്ന് തിരിച്ചറിഞ്ഞു കൊടുക്കുന്നതാണ് ഇത് അനുഭവം. പ്രാർത്ഥന അതിന്റെ അടിസ്ഥാനമാണ്. പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. കർത്താവ് ഓരോ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ബലപ്പെടുന്നതാണ് ക്രൈസ്തവ ജീവിതം, ഭക്തി ജീവിതം. എന്നാൽ അതിന്റെ പരപ്പുകളിൽ നിൽക്കുവാനോ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ മാത്രം നിൽക്കുവാനുള്ളതല്ല, മറിച്ച് അതിന്റെ മലമുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി കാൽവരിയുടെ മഹോന്നതങ്ങളിലേക്ക് നീ യാത്ര ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ തിക്ത അനുഭവങ്ങളിലൂടെ കഷ്ടനഷ്ട ശോധനകളിലൂടെ നീ യാത്ര ചെയ്യണം. അതായിരുന്നു പത്രോസിനെ മൂന്നാമത് പഠിപ്പിച്ച പാഠം. വിശ്വാസത്തിൽ ജീവിക്കുന്ന പത്രോസിനെ 3 തലങ്ങളിലൂടെ പഠിപ്പിച്ച് ശിഷ്യനാക്കി എടുക്കുകയാണ്. രക്തസ്രാവകായ സ്ത്രീ ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ വെളുപ്പിലാണ് തൊട്ടത്. സൗഖ്യപ്പെട്ടു, രോഗം മാറുകയും ചെയ്തു. എന്നാൽ ക്രിസ്തുവിനെ തൊട്ടാൽ ജീവിതം മുഴുവൻ മാറും. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠം. ക്രിസ്തുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. നാം ക്രിസ്തുവിനെ തൊട്ടാൽ ജീവിതം മുഴുവൻ മാറും എന്നുള്ളത് നാം തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ സന്നിധിയിൽ കൂടാരമടിച്ച് ജീവിക്കുവാനുള്ള ഭക്തി ജീവിതത്തിനെ ഉണ്ടായിരുന്നത് നീ യഥാർത്ഥ ശിഷ്യനായിരിക്കുകയില്ല. അവിടുന്ന് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി സാധാരണ മനുഷ്യരോട് സംവേദിച്ച് കഷ്ടനഷ്ട ശോധനകളിലൂടെ നീ യാത്ര ചെയ്യണം. എന്ന് പറഞ്ഞാൽ നാളത്തെ തലമുറയ്ക്ക് നീ ഒരു സാക്ഷ്യമായി ഇരിക്കണം. നാളത്തെ തലമുറയ്ക്ക് നിന്റെ ജീവിതം, നിന്റെ പ്രവർത്തികൾ ഒരു സാക്ഷ്യമായിരിക്കണം എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു അപ്പച്ചനും ഒരു കൊച്ചുമോനും ഉണ്ടായിരുന്നു. അമ്മച്ചിയൊക്കെ ഉണ്ട്. പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാരുടെ അടുത്ത് വെക്കേഷൻ സമയത്ത് കൊച്ചുമക്കൾ വന്ന് നിൽക്കുന്ന ഒരു പതിവ് പാരമ്പര്യമുണ്ട്. ഇപ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് മാതാപിതാക്കൾ അല്പം ദൂരെ ജോലി ചെയ്യുവാണെങ്കിൽ കൊച്ചുമക്കളെ വളർത്താൻ ആരെയും അപ്പച്ചനെ അമ്മച്ചിയായിരിക്കും. ആദ്യത്തെ 1, 2, 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് അപ്പച്ചനെ അമ്മച്ചിയാണ്. അങ്ങനെ ഒരു വീട്ടില് ഒരു മോൻ സ്കൂളിൽ പഠിക്കാൻ പോയി. അങ്ങനെ സ്കൂളിൽ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷെ സ്കൂളിൽ പഠിത്തമില്ലായിരുന്നു. എല്ലാവരും തിരിച്ചു ഓടി വീട്ടിലേക്ക് വന്നു. അമ്മച്ചിയോട് ചോദിച്ചു, ആദ്യത്തെ ചോദ്യം എന്താ? എന്തായിരിക്കും ചോദ്യം? ഇന്നത്തെ കാലത്തേക്ക് നിങ്ങളുടെ കാലഘട്ടത്തെ ചോദ്യം എന്തായിരിക്കും ചോദിക്കുന്നത്? അമ്മച്ചി അപ്പച്ചനല്ലേ? അമ്മച്ചി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതാ അയ്യത്ത് കിളച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ ഓടി വായൊക്കെ എടുത്ത് തൂത്ത് വായ എറിഞ്ഞ് അപ്പച്ചന്റെ അടുക്കിലേക്ക് ഓടിച്ചു. ആ ഓട്ടം നമ്മൾ ഇമാജിൻ ചെയ്ത് അപ്പച്ചൻ വളരെ കൗതുകത്തോടെ അവനെ കെട്ടിപ്പിടിക്കും, അവനെ വാരി ഉണരും, അല്ലെങ്കിൽ അവനെ സ്നേഹത്തോടെ ഇടപെടും. അവൻ അപ്പച്ചന്റെ അടുക്കൽ ചോദിച്ചു, അപ്പച്ച ഈ കുഴികളൊക്കെ എന്തിനാണ് കിട്ടുന്നത്? എന്തെടുക്കുവാ അപ്പച്ചൻ? അപ്പച്ചൻ പറഞ്ഞു, ചില കുഴികളൊക്കെ എടുത്ത് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കുഴികൾ? അപ്പച്ചൻ പറഞ്ഞു, ഇവിടെ കുറച്ച് മാവൻ തൈകളുണ്ട്, അത് അവിടെ അമ്മീനായിട്ട് നടുകയാണ്. ഉടനെ ഈ കൊച്ചുകുട്ടി അല്പം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്താ അത്? ഇന്നത്തെ കാലത്തെ കുട്ടിയാണ്. ചെറുത് അപ്പച്ചന് പൊട്ടൻ അപ്പച്ചനാണ്. അപ്പച്ചന് പൊട്ടൻ അപ്പച്ചനാണ്. അവൻ എന്താണ് നീ അങ്ങനെ ചോദിച്ചത്? പറഞ്ഞു, ഈ മാവ് വളർന്നു വന്നിട്ട് ഇതിൽ മാവ് വല്ലോ അപ്പച്ചന് കിട്ടുമോ? ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. അവൻ തിരിച്ചറിയുന്നത് അല്ലേ, ഈ അപ്പച്ചന് 60-70 വയസ്സുണ്ട്, 80 വയസ്സുണ്ടാകാം. ഈ മാവിൽ നിന്ന് മാങ്ങ പറിച്ച അപ്പച്ചന്
കഴിക്കാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് അച്ഛൻ ഈ കുഴി കഴിക്കുന്നത്? ഇത്രയും അച്ഛൻ മറുപടി പറഞ്ഞു, മോനെ, നീ ഇന്നലെ കഴിച്ച മാങ്ങ ഞാൻ വെച്ചതല്ല. നീ ഇന്നലെ ഉപ്പും മുളകും കൂട്ടി ഞാൻ നിങ്ങളൊക്കെ കഴിച്ച മാങ്ങയുണ്ടല്ലോ, അത് ഞാൻ വെച്ചതല്ല, എൻ്റെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യമായി ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യമായി, ഒരു ചൂണ്ടുവലയായി ഞാൻ നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കണം. അതാണ് ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആത്മീയമായ കൂടാതെ പഠിച്ചു മാറ്റാനുള്ളതല്ല നിന്റെ ജീവിതം, നിയമം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ളതല്ല നിന്റെ ജീവിതം, ഭക്തിസാധനമായ ജീവിതത്തിൽ മാത്രം പരിരസിക്കാനുള്ളതല്ല ജീവിതം. അതിനേക്കാൾ അപ്പുറമായി നിയമങ്ങളുടെ വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ദൈവങ്ങളുടെ അപ്പുറമായി മനുഷ്യ ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന മനുഷ്യ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുള്ളതാണ് നിന്റെ ജീവിതം. അതോടൊപ്പം തന്നെ ആത്മീയമായ അഹന്തയില്ലാതെ ഞാനെന്ന ഭാവമില്ലാതെ ജീവിക്കാനുള്ളതാണ് നിന്റെ ജീവിതം. ഭക്തി ജീവിതത്തിൽ മാത്രം ഇരുന്നുകൊണ്ട് കഷ്ടനഷ്ട ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ അതിലൂടെ കടന്നു വന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ വെളിച്ചമായി തീരാനുള്ളതാണ് നിന്റെ ജീവിതം. വാക്കുകൾ ചൊല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രവീന്ദ്രനാഥ ടാഗോർ ഒരു കഥയിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം സൂര്യൻ അവധി ചോദിച്ചു. ഈ ലോകത്തിൽ സൂര്യൻ പ്രകാശിച്ചെങ്കിൽ മാത്രമേ പകൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സൂര്യൻ അവധിയെടുക്കാൻ ആഗ്രഹിച്ചു. അവധിയെടുത്തുകൊണ്ട് പറഞ്ഞു, ചന്ദ്രനോട് ചോദിച്ചു, പ്രകാശിക്കാമോ? ചന്ദ്രൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ നിന്റെ നിഴലിലാണ് ജീവിക്കുന്നത്. നക്ഷത്രങ്ങളോട് ചോദിച്ചു, പ്രകാശിക്കാമോ? നക്ഷത്രങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നെക്കാളും വലിയ ദൂരത്തിലാണ്, വലിയ ദൂരങ്ങളിലാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രകാശനം ചെറുതാണ്, പറ്റില്ല. പിന്നീട് മനുഷ്യനോട്, കാടുകളോട്, ജീവജല സസ്യങ്ങളോട് എല്ലാവരോടും ചോദിച്ചു, പ്രകാശിക്കാമോ? ഒരു ദിവസത്തേക്കൊന്ന് പ്രകാശിക്കാമോ? ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു ചെറിയ ജീവി എഴുന്നേറ്റ് പറഞ്ഞു, എന്നാൽ ആവുന്നത് പ്രകാശിക്കുക. കണ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കൊച്ചു ജീവിയുണ്ട്. എന്താ? മിന്നാമിനെ പറഞ്ഞു, എന്താ? ഞാൻ എന്നാൽ ആവുന്ന വിധം സ്വയം പ്രകാശിക്കും. നമുക്ക് സൂര്യനാകാൻ പറ്റിയില്ലെങ്കിൽ, ചന്ദ്രനാകാനോ നക്ഷത്രനാകാനോ വലിയ മനുഷ്യനാകാനോ വലിയ സംഭവങ്ങളാകാനോ ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു മിന്നാമിനിന്റെ വെളിച്ചമുണ്ട്. അത് പ്രകാശിപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. ഈ പെരുന്നാൾ ആചരണം അതിന് മുഖാന്തരമായി തീരട്ടെ. നമ്മളെ നോക്കിക്കൊണ്ട് ക്രിസ്തു ഭാഗ്യവാനെന്ന് പറയുവാൻ, നമ്മെ നോക്കിക്കൊണ്ട് നീ നിന്റെ വിശ്വാസമാകുന്ന പാറമേൽ ഞാൻ എൻ്റെ തലമുറയെ പണിയുമെന്ന് പറയുവാനും, നിന്റെ അധികാരങ്ങൾ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞ് സംവേദിക്കുന്നു പറയുവാനും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നോക്കി ഇടയാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെറിയ ചിന്തകളിൽ നിന്ന് യാഗം വിളിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം ചിന്തിക്കുവാൻ ശക്തി തന്ന കാരുണ്യവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ക്ഷണിച്ച ഏറ്റവും ആദരണീയനായ വിമലച്ചോടുള്ള സ്നേഹാദരവുകളും ഇടപെടൽ സ്ത്രീ സെക്രട്ടറി മാനേജ്മെന്റ് എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിച്ച എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ, മനോഹരമായി ഗാനശുശ്രൂഷ നിർവഹിച്ച ഗായക സംഘാടനങ്ങൾ എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചെലുത്തുന്നു.